മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ പ്രധാന ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകിയ കെട്ടിടത്തിൽ. അത്യാഹിത വിഭാഗം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് നിലം പൊത്താറായ കെട്ടിടത്തിലാണ്. കെട്ടിടം പൊളിക്കാൻ DHS നിർദ്ദേശം നൽകിയെങ്കിലും നടപടിയായില്ല. താലൂക്ക് ആശുപത്രി ഏകദേശം 1.5 വർഷം മുമ്പ് ഇതിൻ്റെ പ്രധാനമന്ത്രിൻ്റെ ഫണ്ടിൽ നിന്ന് 9,72,00,000 ഇവിടെ വന്ന് ഇപ്പോൾ നമ്മൾ ജില്ലാ കളക്ടർ അക്കൗണ്ടിൽ ആ പൈസ ഉണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു പണികളും ഇവിടെ നടന്നിട്ടില്ല. ഈ നിലവിലുള്ള ഈ കെട്ടിടം പിന്നെ അൺഫിറ്റാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. ഈ അൺഫിറ്റാന്നുള്ള കെട്ടിടത്തിലാണ് കാഷ്വാലിറ്റിൻ്റെ ഒരു ഭാഗം, അതേമാതിരി ഫിസിയോതെറാപ്പി സെൻറ്റർ, അതേപോലെ കുട്ടികൾ ഇഞ്ചക്ഷൻ വെക്കുന്ന ഏരിയ, പിന്നെ എക്സ്റേ യൂണിറ്റ്, ഇങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികാരികൾ തികഞ്ഞ അവഗണനയാണ്. കാരണം ഇതിനൊരു ബദൽ സംവിധാനം ഈ അൺഫിറ്റാന്ന് കൊടുക്കുമ്പോൾ ഇന്നും 116 ബെഡുള്ള ആശുപത്രിയിൽ വെറും 20 ബെഡേ ഉള്ളൂ. ഇപ്പോൾ ബദൽ സംവിധാനം പോലും ഇതുവരെ നിലനിർത്തിയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട താലൂക്ക് ആശുപത്രിയാണ് നിലവിലെ മലപ്പുറം താലൂക്ക് ആശുപത്രി. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇത് ഗുരുതരമായൊരു വിഷയമാണ്. എന്താണിപ്പോൾ നമ്മൾ ഇതിലും ഈ വിഷയത്തിലും അധികൃതരുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അനുജ, പതിവ് പോലെ സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പൊളിക്കുന്നതും ഈ ആശുപത്രിയുടെ പ്രവർത്തനം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നതിലുമുള്ള തടസ്സം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നുള്ളതാണ്. 68 വർഷം പഴക്കമുള്ള മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടമാണ് ഇത്തരത്തിൽ ശോചനീയാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന രോഗികൾ ഏത് നിമിഷവും ഈ കോൺക്രീറ്റ് പാളികൾ അടർന്ന് തലയിലേക്ക് വീഴാറായ ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. ഈ ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കാണ് ഇത്തരത്തിൽ ഈ ശോചനീയാവസ്ഥയിൽ കഴിയുന്നത്. അത്യാഹിത വിഭാഗം, അതോടൊപ്പം തന്നെ OP കൗണ്ടർ, ഇഞ്ചക്ഷൻ റൂം, ഈ കാഷ്വാലിറ്റി സ്റ്റോർ റൂം, ഫിസിയോതെറാപ്പി റൂം, എക്സ്റേ റൂം, ഫാർമസി സ്റ്റോർ റൂം, PP യൂണിറ്റ്, NSO നഴ്സിംഗ് റൂം അടക്കം പ്രവർത്തിക്കുന്നത് ഈ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. 1 വർഷം മുൻപാണ് ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ കെട്ടിടത്തിന് ലഭിക്കുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നുള്ള മാറ്റി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം വളരെ വലിയ തരത്തിൽ ഉയർന്നിരുന്നെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടിയിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മലപ്പുറം നഗരത്തിൽ ഈ ആശുപത്രി നിലവിൽ പ്രവർത്തിക്കുന്ന ഭാഗത്തുള്ള കാഷ്വാലിറ്റി ഉൾപ്പെടെ മാറ്റാനുള്ള നഗരത്തിൽ മറ്റൊരിടം കണ്ടെത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ഭരണാനുമതിയൊക്കെ തന്നെ ലഭിച്ചതുമാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ PMGVK ഫണ്ടിൽ നിന്നും 10 കോടിയോളം രൂപ 4 വർഷം മുൻപ് ഈ ആശുപത്രിക്ക് ലഭിക്കുകയും ചെയ്തു. ആ തുക ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ കഴിയുന്നുണ്ട്. പക്ഷേ ഇതും എല്ലാ സൗകര്യങ്ങളും എല്ലാ പണവും ഒക്കെ ലഭിച്ചിട്ട് പോലും, എല്ലാ അനുമതിയും ലഭിച്ചിട്ട് പോലും സാങ്കേതിക തടസ്സങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഈ അനാസ്ഥ തുടരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നിലം പൊത്താറായ ഒരു കെട്ടിടമായി പഴയ ബ്ലോക്ക് മാറിയിരിക്കുകയാണ്. അതിന്റെ ജനൽപ്പാളികൾ, അതിന്റെ കോൺക്രീറ്റ് സ്ലാബ് അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇവിടെ എത്തുന്ന ഈ രോഗികളൊക്കെ തന്നെ ഒരു ഭാഗ്യ പരീക്ഷണത്തിലേക്ക് നിൽക്കുകയാണ് എന്നുള്ളത് നമുക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അനുജ, ശരി. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് നിലം പൊത്താറായ കെട്ടിടത്തിലാണ് എന്നുള്ളതിന്റെ വിവരങ്ങളാണ്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റണം എന്നൊക്കെയുള്ള നിർദ്ദേശം DHS നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നടപടിയായിട്ടില്ല. നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അവിടെയും നമുക്കറിയാൻ കഴിയുന്നത്.